Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi al-faizina bi ridallah, amma ba'd. fa'anil Qasim bin Muhammad radiyallahu anhu anna rajulan sa'alahu sallallahu alayhi wa sallam faqala إني أهم في صلاتي فيكفر ذلك علي فقال له امض في صلاتك فإنه لن يذهب ذلك عنك حتى تنصرف وأنت تقول ما أتممت صلاتي رواه الإمام مالك. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് ഈ പ്രഭാതത്തിൽ ഖൈറുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. വിചാരിച്ച വിഷയങ്ങളിലെല്ലാം വിജയം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അടിമയും ഉടമയും അള്ളാഹുവും നാമും തമ്മിലുള്ള ബന്ധം പ്രകടമാക്കുന്ന ഒരു കർമ്മമാണ് നിസ്കാരമെന്ന ആരാധന. നിസ്കാരത്തിലൂടെയാണ് അടിമ ഉടമയുമായി ഇടപഴകുന്നതും മിണ്ടിപ്പറയുന്നതും ഹക്കടപാടുകൾ പുലർത്തുകയും ചെയ്യുന്നത്. പക്ഷെ പലർക്കും നിസ്കാരാവസരങ്ങളിൽ ആവശ്യമില്ലാത്തത് തോന്നിപ്പോയിട്ട് നിസ്കാരത്തിൻ്റെ ശ്രദ്ധ അങ്ങ് തിരിഞ്ഞു പോകാറുണ്ട്. അതൊരു പ്രയാസമുള്ളതായി നമുക്ക് തന്നെ നമ്മുടെ മനസ്സ് പറയുകയും ചെയ്തു തരുന്നുണ്ട്. ഇത് ശരിയില്ല, ഇങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവണം. എന്നാൽ ഖാസിം ഇബ്നു മുഹമ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന തിരുനബിയുടെ സമീപം ഒരാൾ വന്നിട്ട് ചോദിച്ചു, ദൂതരെ, ഇന്നി അഹിമു ഫീ സ്വലാത്തി, ഞാൻ എൻ്റെ നിസ്കാരത്തിൽ ആവശ്യമില്ലാത്ത പലതും ഓർത്തു പോവുകയാണ് നബിയെ. ഫയക്ഫുറു ദാലിക അലയ്യ, അത് കൂടുതലായി വരികയാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ വേണ്ടാത്തതൊക്കെ മനസ്സിൽ ഓർമ്മ വരും, വിചാരിക്കണ്ടെന്ന് കരുതിയതും വിചാരത്തിൽ വരും. ഇങ്ങനെ നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകൃതമാവുക, അതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. അത് കിട്ടുന്നില്ല. പല കാര്യങ്ങളും ചിന്തിച്ചു പോവുക, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും നമ്മളെ. ഇങ്ങനെ നിസ്കാരത്തിലുള്ള പ്രശ്നം അത് കുറച്ച് അധികമാകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമാണല്ലോ. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് തിരുനബി പറഞ്ഞു, ഇംദ് ഫീ സ്വലാത്തിക, നീ നിന്റെ നിസ്കാരം കഴിച്ചു കൂട്ടി മുന്നോട്ട് പോവുക. നിസ്കാരം നിനക്ക് എന്തെല്ലോ തോന്നിപ്പോന്നു വിചാരിച്ച് നിസ്കരിക്കാണ്ടിരിക്കുകയല്ല, നിസ്കരിച്ചുകൊണ്ട് നിസ്കാരം കഴിച്ചു കൂട്ടി മുന്നോട്ട് പോവുക. ഫഇന്നഹു ലൻ യദ്ഹബ ദാലിക അൻഹു, നീ ആ പറഞ്ഞ അവസ്ഥ നിനക്ക് വരാതിരിക്കൂല. അത് പോകണമെങ്കിൽ ഹത്താ തൻസരിഫ വഅൻത തഖൂലു മാ അത്മംതു സ്വലാത്തി, നിസ്കാരം കഴിഞ്ഞ് ഞാൻ നിസ്കാരം പൂർത്തിയായി ചെയ്തിട്ടില്ല എന്ന് സ്വന്തം തന്നെ പറഞ്ഞ് എഴുന്നേറ്റ് പോകലല്ലാതെ അതിന് പരിഹാരമില്ല. നിസ്കാരം കഴിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോവുക. ഈ അവസ്ഥ നിന്നിൽ നിന്ന് നീങ്ങിപ്പോവണമെങ്കിൽ ഏതേ മാർഗമുള്ളൂ? നിസ്കാരം പൂർത്തിയായിട്ടില്ല എന്ന് നീ തന്നെ അങ്ങ് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുക. അതെങ്ങനെ പരിഹാരമാവുക? തിരുദൂതരുടെ ട്രീറ്റ്മെന്റ് ആണ്. എന്താ? നിസ്കാരത്തിൽ പലരും തോന്നിപ്പോകുന്നത് ഇല്ലാതാവാനുള്ള ട്രീറ്റ്മെന്റ്. എന്താ പറഞ്ഞേ? നീ നിസ്കാരം പൂർത്തിയാക്കി പോവുക. അത് ഈ അവസ്ഥ നിന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെങ്കിൽ ഏത് വേണം? ഇങ്ങനെ പറഞ്ഞിട്ട് പോകണം. ഏത്? നിസ്കാരം പൂർത്തിയായിട്ടില്ല നീ എന്നെ പറയാം. അങ്ങനെ പറഞ്ഞ് എഴുന്നേറ്റ് പോകലാണ് ഇതിന്റെ പരിഹാരം. എന്ന് വെച്ചാൽ നമ്മളോട് നമ്മൾ തന്നെ പറയാ, എന്ത്? ഞാൻ എൻ്റെ നിസ്കാരത്തെ പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കിയത് ഞാൻ വാദിക്കുന്നില്ലല്ലോ, പൂർത്തിയാക്കിയിട്ടില്ല, ഇങ്ങനെയൊക്കെ ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ. ഏറ്റവും കുറവൊക്കെ നിസ്കാരം തന്നെയാണ്.
അങ്ങനെ മതി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതായത് പിശാചിനോടാണ് ഈ പറയുന്നത്. മാ അത്മംതു സലാത്തി, ഞാൻ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. ആരോടാ പറയാ? പിശാചിനോട്. അതായത് നമ്മൾ നിസ്കാരത്തിലേക്ക് ഏർപ്പെട്ടാൽ ഹിൻസിബ് എന്ന് പറയുന്ന ഒരു ശൈത്താനുണ്ട്. ഇബ്ലീസിന്റെ മക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഹിൻസിബ്. അവന്റെ ഡ്യൂട്ടിയാണ് നിസ്കാരത്തിൽ ഏർപ്പെട്ട ആളുകളുടെ എല്ലാം നിസ്കാരം ഫസാദാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഓർത്ത് നോക്ക്, അതിനെ വിചാരിച്ചു നോക്കുന്നുണ്ട്. പല ആവശ്യമില്ലാത്ത പലതിലേക്കും നമ്മുടെ ചിന്ത കൊണ്ടുപോകും. അപ്പൊ നമുക്ക് തന്നെ സ്വയം തോന്നും, ഇങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞ് നിസ്കാരം തന്നെ ഒഴിവാക്കും. അതാണ് ആരുടെയും ആവശ്യം? ഹിൻസിബ് അടക്കമുള്ള ശൈത്താന്മാരുടെയും ആവശ്യം അതാണ്. മനുഷ്യൻ നിസ്കരിക്കാണ്ട് ആയിക്കട്ടെ, പടച്ചോർക്ക് സുജൂദ് ചെയ്യുന്നത് ഒഴിവാക്കണം. അപ്പൊ അതിനാണ് തിരുദൂതരുടെ മരുന്ന്. എന്താ? ഇംദി സ്വലാത്തിക, അങ്ങനെ നിസ്കാരം കഴിച്ചുകൂട്ടി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർത്തരുത്. നിസ്കാരം ആകുമ്പോൾ അങ്ങനെയൊക്കെ ചിന്ത വന്നോട്ടെ, പല ചിന്തകളും വരട്ടെ, വന്നാലും നിസ്കാരം നിർവഹിച്ച് പൂർത്തിയാക്കി മുന്നോട്ട് പോവുക. ഇനി അത് പോണെങ്കിലുള്ള മാർഗം എന്താ? ആ മാർഗം ഇനി പറയുന്നത് എപ്പോഴും നിസ്കരിച്ച് എഴുന്നേറ്റ് പോകുമ്പോ മാ അത്മംതു സലാത്തി, ഞാൻ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നീ തന്നെ സ്വയം പറയുക. അങ്ങനെ എഴുന്നേറ്റ് പോകുക. പിശാചിനോടാണ് ഈ പറയുന്നത്, ഞാൻ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല, ആയിക്കോട്ടെ, നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള നിസ്കാരം, അതാണ് എൻ്റെ നിസ്കാരം, എനിക്ക് ഇങ്ങനെയൊക്കെ ആകുള്ളൂ. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മടക്കി നിസ്കരിക്കുകയും വേറെ നിസ്കരിക്കുകയൊന്നും ചെയ്യൂല, ഞാൻ അങ്ങനെ തന്നെ നിസ്കരിക്കുള്ളൂ. എൻ്റെ പടച്ചോനിക്ക് ഞാൻ എന്നെ കൊണ്ടാവും പോലെ നിസ്കരിച്ചിട്ടുണ്ട്, അത് പടച്ചോൻ എന്നിൽ നിന്ന് എന്താക്കും? സ്വീകരിക്കും. നീ നിന്റെ വഴിക്ക് പോ എന്നാണ് അതിൻ്റെ ബാക്കി. ആരോട് പറയണം? പിശാചിനോട് പറയുന്നതിൻ്റെ ബാക്കി അതാ. ഞാൻ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല, എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കണം, നീ കണ്ട പോലെ കൂട്ടിക്കോ. ആരോട് പറയണം? പിശാചിനോട് പറയണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? പിശാചിനോട് മല്ലിട്ട് ഇങ്ങനെ പോയാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? പിശാചി പിന്തിരിയും. ഇവന്റെ ബാക്ക് കൂടിയിട്ട് കാര്യമല്ല, നിസ്കാരം നിർത്തണം കളിത്തൊന്നും തോന്നുന്നില്ല, പിന്നെ ഓനെ വിട്ടേക്കാം. അപ്പൊ നമുക്ക് നിസ്കാരത്തിൽ കുറച്ച് പയ്യെ നമുക്ക് എന്ത് വരും? നിസ്കാരത്തിലേക്ക് ശ്രദ്ധ വരും. ഇതാണ് അതിൻ്റെ മാർഗം. ഏത് വസ്തുവാസും നീങ്ങിക്കിട്ടാനുള്ള മാർഗമാണ് ഈ പറയുന്നത്. എങ്ങനെ? ഇപ്പോൾ ഒളു എടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വസ്വാസം ഉണ്ടാവും, ഇതെടുത്ത് ശരിയായിട്ടില്ല, പിന്നെയും ഇങ്ങനെ കഴുകിക്കൊണ്ടും ഒക്കെ നിൽക്കും. അപ്പോഴും നമ്മളെ മനസ്സ് പറയണം, ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒളു, അങ്ങനെ മതി എന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് ഒളു പൂർത്തിയാക്കണം. മറ്റേത് പൂർത്തിയാവൂല, അങ്ങനെ കഴുകി അവളുകരെ നിങ്ങോട്ട് കയറി പോരുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു വസ്വാസാണ്. ശരിയായിട്ടില്ല എന്നിങ്ങനെ ഒരു വസ്വാസാണ്. ആ വസ്വാസിന് മരുന്നെന്താ? ശരിയായിട്ടില്ല, അങ്ങനെ മതി എന്ന് വെച്ചാൽ നമ്മൾ മസാല പഠിച്ചിട്ട് അതുപോലെ ചെയ്യണ്ടെന്നല്ല ഈ പറയുന്നത്. മസാല എങ്ങനെയാണോ ഒരു ഇബാദത്ത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത് പഠിച്ചിട്ട് അതുപോലെ ചെയ്യാം. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ചില ദുഷ്ചിന്തകളുണ്ട്. ആ ദുഷ്ചിന്തകളെ പ്രതിരോധിക്കാനുള്ള മാർഗം ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിർവഹിക്കുന്നത്, അതിനാണ് ഞാൻ ചെയ്യുന്നത്, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. അപ്പോൾ ഓളമൊക്കെ പൂർത്തിയാക്കി ഇങ്ങോട്ട് പോരുകയാണ്. പിന്നെയും വസ്വാസിന്റെ പേരിൽ ഇങ്ങനെ പിറകോട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കണ്ട എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. നമുക്കൊക്കെ ആശ്വാസമാണ്. നിസ്കരിക്കുന്ന സമയത്ത് നമുക്കും വരുന്ന അവസ്ഥകളാണ്, പല ചിന്തകളും വരും. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല, ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വേവലാതിപ്പെട്ട് നടക്കണ്ട. പരമാവധി സൂക്ഷിച്ച് നമ്മൾ നിസ്കരിക്കുക. പിന്നെ പിശാചിനെ പടച്ചോൻ വെച്ച തന്നെയാണല്ലോ ഈ ദുശക്തിയെ. അപ്പൊ ഓന്റെ കെണിവലകളിൽ അകപ്പെടാതെ പൂർണ്ണമായി ശുദ്ധമായി നിസ്കരിക്കാൻ നമ്മൾ പോലത്തെ ആളുകൾക്ക് കഴിയില്ല. അതൊക്കെ അമ്പിയ മുർസലിങ്ങൾ പോലത്തെ ആളുകൾക്കേ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, എൻ്റെ അടുത്തേക്കും പിശാച് വരും, പക്ഷെ ആ പിശാചിന് എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല. അതിൻ്റെ ശേഷി അള്ളാഹു കുറച്ചിട്ടുണ്ട്. എനിക്ക് അവനെ മറികടക്കാനും അതിജയിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ നിസ്കാരം അങ്ങനെയാണ്. നമ്മൾ പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്യുക. എന്നാലും കുറവൊക്കെ വരും, അത് സാരമില്ല, അങ്ങനെ പോട്ടെ. അങ്ങനെ നിസ്കരിച്ച് പരമാവധി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിസ്കരിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മുടെ നിസ്കാരമൊക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ നിസ്കാരത്തിൽ വരുന്ന ശ്രദ്ധ കുറവുകളും
എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പാളിച്ചകൾ എല്ലാം അല്ലാഹു തആല പുറത്തു തരട്ടെ. ശുദ്ധമായ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുന്ന സ്വാലിഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എല്ലാ ശൈത്താന്മാരുടെ ശർറുകളിൽ നിന്നും കാവല് തന്ന് നമ്മളെയും നമ്മുടെ ഇബാദത്തുകളെയും അല്ലാഹു പരിരക്ഷിച്ചു തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.